രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പ്രായേണ ച നിമിത്താനാം ഈദൃശാനാം സമുദ്ഭവേ. ഈ രീതിയിലുള്ളതായ നിമിത്തങ്ങളെല്ലാം കാണുമ്പോൾ പ്രായേണ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇങ്ങനെയാണ്. രാജാഹി മൃത്യുമാപ്നോതി, രാജാവിന് മരണമുണ്ടാകും. ഘോരാം ച ആപത മൃച്ഛതി, മരണം ഉണ്ടാകുന്ന മാത്രമല്ല അതിന് മുമ്പായിട്ട് ഭയങ്കരമായ വിപത്തും ഉണ്ടാകും. ഇതാണ് രാജാവിനെ ഭയപ്പെടുത്തുന്നത്. അതിന് തക്കവണ്ണമുള്ളൊരു കാരണം കിടപ്പുണ്ട് വർഷങ്ങൾ മുമ്പ്. അത് വേറെ ആർക്കും അറിയില്ല, മഹാരാജാവിനറിയാം. അതിപ്പോൾ ഭരിക്കാൻ തുടങ്ങുന്നു എന്ന് ഈ ലക്ഷണങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അതാണ് ജ്യോത്സ്യന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ആ കാരണം, മൂലകാരണം അത് ജ്യോത്സ്യന്മാർക്കറിയില്ല. അവർ ഗ്രഹനില വെച്ചിട്ട് വരാൻ പോകുന്നത് കാണിച്ചു. മരണമെന്നുള്ളത് ദശരഥന് ഭയമുള്ള കാര്യമല്ല, പക്ഷേ ആപത്ത്, ഭയങ്കരമായ ആപത്തുണ്ടാകും എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. എന്താപത്താ വരാനുള്ളത്? ആകെ ഒരു കാര്യമേ തനിക്ക് ചെയ്യാനുള്ളൂ, രാമന്റെ യുവരാജ്യാഭിഷേകം. അത് തടസ്സപ്പെടും, അതാണ് ഘോരമായ ആപത്ത് എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ദശരഥൻ ഊഹിക്കുന്നു. അതുകൊണ്ടാണ്, അല്ലയോ രാമ, ഞാൻ എന്താണോ പറയുന്നത് അത് നീ അനുസരിക്കണം എന്നെല്ലാം വളരെയേറെ നിർബന്ധപൂർവമായിട്ട് തൻ്റെ പുത്രനോട് ആ മഹാരാജാവ് കൽപ്പിക്കുന്നത്. ദശരഥന്റെ ആ ഭയം എത്രത്തോളം പോയി എന്നറിയാമോ? തന്നെപ്പോലും ഈ വിപത്തിന് കാരണക്കാരനായി തീരാമെന്ന് അദ്ദേഹം ഭയക്കുന്നു, തന്നെ പോലും ഭയക്കുന്നു. തത് യാവദേവമേ ചെയ്തോ ന വിമുഹ്യതി രാഘവ. അല്ലയോ രാമ, എന്റെ മനസ്സ് മാറിപ്പോയാലോ? അത് മാറിപ്പോകുന്നതിന് മുമ്പ് നീ യുവരാജാവായിട്ട് അഭിഷിക്തനായിക്കൊള്ളണം. ഈ ലോകത്തിൽ ആരും നിയതിയുടെ ആയുധമായിട്ട് മാറാം. താൻ എന്താണോ അങ്ങേയറ്റം നിർബന്ധപൂർവമായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ട് കരുതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് വിപരീതമായി ആ ആള് തന്നെ നിൽക്കുന്ന അവസ്ഥ വന്നു ചേരാം. ദശരഥൻ ഇപ്പോഴിതാ ആഗ്രഹിക്കുന്ന രാമന്റെ അഭിഷേകമാണ്. തന്റെ ജീവിതത്തിൽ ഇനി അത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനുള്ളതായ തടസ്സം താൻ തന്നെയായി പോയാലോ? നിയതി തന്നെ ആയുധമാക്കിയാലോ? ദശരഥൻ ഭയക്കുന്നു, തന്നെ പോലും ഭയക്കുന്നു. അതാണ്, അല്ലയോ രാമ, എന്റെ മനസ്സ് മാറിപ്പോകുന്നതിന് മുമ്പ് ദശരഥന്റെ മനസ്സ് രാമനെ അഭിഷേകം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് വിപരീതമായി എന്റെ മനസ്സ് രൂപപ്പെടുന്നതിന് മുമ്പ് താവദേവ അഭിഷിഞ്ജസ്വ, നീ അഭിഷിക്തനായി കൊള്ളണം. അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്യേണ്ടതെല്ലാം നിർവഹിച്ചും കഴിഞ്ഞിരിക്കുന്നു. നിന്നിൽ അധികാരം എത്തിയും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അത് തള്ളിക്കളയാൻ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. ഇത് മാത്രമല്ല, തന്റെ ഉള്ളിൽ ദശരഥൻ പറയുന്നുണ്ട്, നിയതിയെ തനിക്ക് ആ പ്രകാരത്തിൽ ജയിക്കാനാകും. ദശരഥൻ കരുതുന്നു. ദശരഥന്റെ ഈ ആഗ്രഹം ഒരിക്കലും അധർമ്മമല്ല. പുത്രനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുക എന്നുള്ള അധർമ്മമല്ല, ധർമ്മമാണ്. അത് ചെയ്യേണ്ടതുമാണ്. ദശരഥനെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യവുമാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റായ ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെയല്ല ദശരഥൻ പോകുന്നത്. അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ നേരെ നമുക്ക് പുറപ്പെടുവിക്കാനാവില്ല. പക്ഷേ അതിന് താൻ തന്നെ
എതിരാളിയായി തീർന്നാലോ എന്ന് ദശരഥൻ ഭയക്കുന്നു. അതുകൊണ്ട് അതിനു മുമ്പ് അരേ രാമ, നീ അഭിഷിക്തനായി കൊള്ളണം. ഇന്ന് അതിനുള്ളതായ സമയം ഇത് അടുത്തടുത്തടുത്ത് വരുന്നു. നിന്റെ അഭിഷേകത്തിനുള്ളതായ സമയം. അദ്യ ചന്ദ്രോ അഭിപഗമത് പുഷ്യാത് പൂർവം പുനർവസും. ഇന്ന് ചന്ദ്രൻ പൂയൻ നക്ഷത്രത്തിന്റെ മുമ്പിൽ ഉള്ളതായ പുനർവസു പുണർദം നക്ഷത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ദൈവജ്ഞന്മാര് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പുണർദം നക്ഷത്രമാണ്. അപ്പോ നാളെ എന്തായിരിക്കും? പുഷ്യയോഗം നിയതം വക്ഷ്യന്തേ ദൈവചിന്തകാഹ. ജ്യോതിഷം കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് പറയുന്നവരായിട്ടുള്ള ആചാര്യന്മാര് പറയുന്നുണ്ട്, നാളെ പൂയൻ നക്ഷത്രമാണ്, ചന്ദ്രൻ പൂയൻ നക്ഷത്രത്തില് പുഷ്യത്തില് എത്തിച്ചേരും എന്ന് ഉറപ്പാണ് അവർ പറയുന്നുണ്ട്. തത്ര പുഷ്യേ അഭിഷിഞ്ചസ്വ. പുലർകാലത്തിൽ പുഷ്യൻ നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്തിച്ചേരുമ്പോഴേക്ക് നീ അഭിഷിക്തനായി കൊള്ളുക. എന്റെ മനഃത്വരേതീവമാം. എന്റെ മനസ്സ് വളരെയേറെ തിടുക്കം കൂട്ടുന്നു, തിടുക്കം കാണിക്കുന്നു. എന്തേ ഈ തിടുക്കത്തിന് കാരണം? അതും ദശരഥൻ പറയുന്നുണ്ട്. ചലാഹി പ്രാണിനാം മതി. അല്ലയോ രാമ, ജീവജാലങ്ങളുടെ മനസ്സുണ്ടല്ലോ, അത് ചഞ്ചലമാണ്, ഏത് നിമിഷത്തിലും മാറിപ്പോകാം. ഈ ദശരഥന്റെ മനസ്സ് ഇതുവരെ ഒരു കാര്യത്തിൽ നിന്നിട്ടും ചലിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെ സംഭവിച്ചാലോ? അതാണ് എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് നീ അഭിഷിക്തനായി കൊള്ളണം. ചലാഹി പ്രാണിനാം മതി. പ്രാണികളുടെ മനസ്സ് ചഞ്ചലമാണ്. അല്ലയോ രാമ, അതുകൊണ്ട് എന്റെ മനസ്സ് വളരെയേറെ തിടുക്കം കൊള്ളുന്നു. നീ അഭിഷിക്തനായി കൊള്ളുക. അതുകൊണ്ട് സ്വസ്ത്വാം അഭിഷേക്ഷ്യാമി യൗവരാജ്യേ പരന്തവ. ശത്രുക്കളെയെല്ലാം സംഭരിക്കുന്നവനെ, വെളിയിലുള്ള ശത്രുക്കളെയും ഉള്ളിലുള്ള ശത്രുക്കളെയും. ഉള്ളിലുള്ള ശത്രുക്കൾ കാമക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം മുതലായവയാണ്. അവയെല്ലാം സംഭരിക്കുന്നവനെ, അങ്ങനെ ശുദ്ധമായ മനസ്സും ശുദ്ധമായ ബുദ്ധിയും ശുദ്ധമായ ചിന്തയും സ്വഭാവവും പ്രവൃത്തികളും ഉള്ളവനായ അല്ലയോ രാമ, നീ ഇന്ന് തന്നെ അഭിഷിക്തനായിക്കൊള്ളണം. പുലരിയില് നേരം പുലരുമ്പോ, ഇനി പുലരാൻ അധികം നേരം ഇല്ല, പുലരാറായി കഴിഞ്ഞിരിക്കുന്നു. ആളുകള് ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇരമ്പലൂടെ കേൾക്കാം. അതുകൊണ്ട് നാളെ പുലരിയില് നിനക്ക് അഭിഷേകം നടക്കും. നിന്നെ ഞാൻ അഭിഷേകം കഴിക്കും. അതുകൊണ്ട് നീ ഇന്ന് ഈ രാത്രിയില് നീ വിധിപ്രകാരം വ്രതാദികളൊക്കെ അനുഷ്ഠിക്കണം. അതിനും ഒരു കുറവ് വരാൻ പാടില്ല. തസ്മാത് ത്വയ അദ്യപ്രഭൃതി നിശേയം നിയതാത്മന സഹവധൂപവസ്തവ്യ ദർഭപ്രസ്തരശായിന. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ നിന്റെ വധുവായിരിക്കുന്ന സീതാദേവിയോടൊപ്പം ശാസ്ത്രീയമായിരിക്കുന്ന വ്രതവിധികളെല്ലാം പരിപാലിക്കണം. ഇന്ന് നീ ഉറങ്ങേണ്ടത്, ശയിക്കേണ്ടത് ദർഭപ്പുല്ലുകളിലാണ്. ദർഭപ്പുല്ല് നിലത്ത് വിരിച്ച് അതിലാണ് നീ ശയിക്കേണ്ടത്. അങ്ങനെ വ്രതം നീ അനുഷ്ഠിക്കണം, സീതയും അനുഷ്ഠിക്കണം. അതിന്റെ എല്ലാം വിശദവിവരങ്ങള് ഗുരുനാഥൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചു തരും. അദ്ദേഹം അവിടെ വരും നിന്റെ കൊട്ടാരത്തില്. ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും, അദ്ദേഹം പഠിപ്പിച്ചു തരും. അദ്ദേഹം പറയുന്നതില് യാതൊരു വ്യത്യാസവും കൂടാതെ കണ്ട് നീ സീതയോടൊപ്പം വ്രതവിധികളെല്ലാം പാലിക്കണം എന്ന് മാത്രമല്ല, സുഹൃദശ്ച അപ്രമത്താസ്ത്വം രക്ഷന്ത്വദ്യ സമന്തതഃ. നിനക്ക് ഏറ്റവും വിശ്വാസമുള്ളവരായ സുഹൃത്തുക്കൾ നിന്നെ രക്ഷിക്കണം. ഇന്ന് എങ്ങനെയുള്ളവർ? അപ്രമത്തന്മാര്, ഒരിക്കലും തെറ്റുപറ്റാത്തവര്. അവരുടെ തീരുമാനങ്ങളിലോ പ്രവൃത്തികളിലോ ഒന്നിലും ഒരു തെറ്റും ഉണ്ടാവില്ല, ഒരു കുറവും സംഭവിക്കില്ല. കാരണം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല, ഒരു കുറവും വരാൻ പാടില്ല. വന്നുപോയാൽ അഭിഷേകത്തിന് വിഘ്നം വരും. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ
സൈന്യങ്ങൾ മാത്രം പോരാ നിന്നെ രക്ഷിക്കാൻ. നിന്റെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കൾ നിന്നോടൊപ്പം ഉണ്ടാകണം. ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ആരാ? അനിയൻ തന്നെ, ലക്ഷ്മണൻ തന്നെ. അതേപോലുള്ള സുഹൃത്തുക്കൾ വേറെയും അനേകം പേര് രാമനുണ്ട്. അവർ നിന്നെ രക്ഷിക്കണം. നോക്കണം, ഏതെല്ലാം പ്രകാരത്തിൽ അഭിഷേകത്തിന് വിഘ്നം വരുമെന്ന് ദശരഥൻ ഭയക്കുന്നു എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. ദശരഥൻ രാമനോട് പറയുന്നു, ഭവന്തി ബഹുവിഘ്നാനി കാര്യാണ്യേവം വിധാനിഹി. എന്തുകൊണ്ടാ സുഹൃത്തുക്കളെല്ലാം നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞത്? ഇതേപോലുള്ള കാര്യങ്ങളിൽ, ഇത്ര കണ്ട് മഹനീയമായ കാര്യങ്ങളിൽ പല പ്രകാരത്തിലുള്ളതായ വിഘ്നങ്ങൾ ഉണ്ടാകും. ആ വിഘ്നങ്ങളെല്ലാം നാം ജയിക്കണം. വിഘ്നങ്ങളെ ദൂരീകരിക്കണമെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാര്യാണി ഏവം വിധാനിഹി. ഈ പ്രകാരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇത് കേൾക്കുന്ന ആരും മനസ്സിലാക്കുക. യുവരാജ്യാഭിഷേകം തുടങ്ങിയതായ മഹനീയമായ കാര്യങ്ങളിൽ വിഘ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ദശരഥന്റെ ഉള്ളില് ഇതിന് വിഘ്നം സംഭവിക്കും. അതിന് ഒരു കാരണമുണ്ട്. വിഘ്നം നിയതി മൂലമാണ് സംഭവിക്കുക. അതിനൊരു കാരണമുണ്ട്. ഇത് ദശരഥന്റെ ഉള്ളിലുണ്ട്. അതുകൂടി ചേർത്തിട്ടാണ് ദശരഥൻ പറഞ്ഞിരിക്കുന്നത്. അത് വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ധ്വനിച്ചു കിട്ടും. അതാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെ നീതി പോലും വിപരീതമായി തീരാവുന്ന കാര്യങ്ങളിൽ പല പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അത് സാധാരണ രീതിയിൽ ദശരഥന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും തോന്നില്ല. പക്ഷേ നമുക്കറിയാം അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് ധ്വനിച്ചു കിട്ടും. ദശരഥൻ അതുകൂടി ചേർത്തിട്ടാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന്.